Brownie, get inside. Wait. Okay, come. Yay! Get inside. Hi friends, എൻ്റെ പേര് അരുൺ, ഡോഗ് ട്രെയിനർ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡോഗിനെ നമ്മൾ കൂട്ടിൽ കയറ്റാൻ വേണ്ടി എങ്ങനെ പഠിപ്പിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളൊരു ഡോഗിനെ കൂട്ടിൽ കയറ്റാൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ കൂട്ടിൽ കയറ്റാൻ ഒരു ബേസിക് ഒബീഡിയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നതാണ് ഗെറ്റ് ഇൻ സൈഡ് അല്ലെങ്കിൽ കൂട്ടിൽ കയറാൻ പഠിപ്പിക്കുക എന്നുള്ളത്. നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവനെ കൂട്ടിൽ കയറ്റിയിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഭയങ്കര ബഹളമാണ്, കുറയാണ്. നമ്മൾ ഓപ്പൺ ചെയ്തിടുമ്പോൾ അവൻ ഫ്രീ ആയിട്ടിരിക്കും. വീണ്ടും അവൻ കൂട്ടി കയറ്റുമ്പോൾ വീണ്ടും ബഹളം വയ്ക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് അവൻ നമ്മളെ കൂട്ടിന് അല്ലെങ്കിൽ അവന് പേടിയായതുകൊണ്ട് നമ്മളെ അടുത്ത് വിളിച്ചിരുത്തുന്നെന്നാണ് പലരും ചിന്തിക്കുന്നത്. അവൻ ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം നമുക്ക് എങ്ങനെയാണ് ഒരു കൂട് അവന് ഇഷ്ടമുള്ളതാക്കി മാറ്റാം, അതുപോലെ തന്നെയാണ് കൂട്ടിൽ കയറാൻ വേണ്ടി എങ്ങനെ നമുക്ക് പഠിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഇതിൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡോഗിനെ എങ്ങനെയാണ് കൂട്ടിൽ കയറാനായിട്ട് പഠിപ്പിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂട്ടിൽ കയറാൻ വേണ്ടിയുള്ള ആവശ്യകത, അതായത് നമുക്കിപ്പോൾ വീട്ടിൽ വാച്ച് ഡോഗായിട്ടും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഫ്രണ്ട്ലി ആയിട്ടും കിടക്കാനൊക്കെയാണ് നമ്മളെല്ലാവരും അവന് കൂട്ടിൽ കിടക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുഖ്യ ഡോഗും കൂട്ടിൽ കയറാനും അല്ലെങ്കിൽ കിടക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. കൂട്ടിൽ കയറാൻ പറഞ്ഞാൽ കയറുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡോഗിനെ ട്രെയിൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡോഗിനെ കൂട് ഇഷ്ടമുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ കൂട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ വെറുതെ കിടന്ന് കുരയ്ക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വിടുന്നു. അപ്പോൾ അവന് കൂട് ഇഷ്ടമില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും പോയി കിടക്കുന്നു. അപ്പോൾ അതാണ് അവനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൂടെന്ന് പറയുന്നത് അവന് ഇഷ്ടമില്ല എന്നുള്ളതാണ്. കാരണം അവനെ നമ്മൾ നിർബന്ധിച്ച് കൂട്ടിൽ കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടിൽ കിടക്കാനായിട്ട് അവന് ഇഷ്ടം കാണിക്കില്ല. അപ്പോൾ നമ്മൾ കൂടെന്ന് പറയുന്നത് അവന് ഇഷ്ടമുള്ള ഒരു ഏരിയ ആയിട്ട് മാറ്റുക. ചില ഡോഗിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു പെട്ടെന്നൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാലോ അവന് ബുദ്ധിമുട്ടോ പേടിയോ ഉള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ കൂട്ടിൽ കിടന്ന് ശീലിച്ച ഡോഗാണെങ്കിൽ ആദ്യം പോയിട്ട് അവൻ്റെ ഏറ്റവും പ്രധാന സേഫ് സോണായിട്ട് ഡോഗ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടാണ്. ചിലപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ കൂട്ടിൽ പോയിട്ട് അവൻ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറഞ്ഞാൽ ആ ഡോഗ് ഏറ്റവും കൂടുതലും കൂട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ സേഫ് സോണായിട്ട് ചിന്തിക്കുന്നത് അവൻ്റെ കൂട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കൂട് എങ്ങനെ ഇഷ്ടമുള്ളത് ഡോഗിനാക്കി മാറ്റാം, കൂട്ടിൽ കയറാൻ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാധാരണ നമ്മളെല്ലാവരും ആദ്യത്തെ ഒരു സ്റ്റേജ്, ഒരു ട്രെയിനിങ്ങിൻ്റെ കൂട്ടിൽ കയറാനായിട്ട് പഠിപ്പിക്കേണ്ടെന്നല്ല, ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവന് എപ്പോഴാണോ നമ്മൾ ആഹാരം കൊടുക്കുന്നത്, ആദ്യത്തെ സ്റ്റേജിലെന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ ആഹാരം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, രാവിലെ ആയിക്കോട്ടെ ഉച്ചയ്ക്ക് ആയിക്കോട്ടെ, എപ്പോഴാണോ ഫുഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഫുഡ് എടുക്കുക, ജസ്റ്റ് അവൻ്റെ കൂട്ടിലോട്ട് കൊണ്ടങ്ങ് വെക്കുക, അവൻ കഴിക്കുന്നു, കൂട്ടിൽ വെച്ച് ഫുഡ് കൊടുക്കുക. ഇതാണ് നമ്മളെ പ്രധാനപ്പെട്ട ആദ്യമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഡോഗ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ ആഹാരം കഴിക്കണമെങ്കിൽ കൂട്ടിലിരുന്ന് വേണം കഴിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ കൂട് ഓപ്പൺ ചെയ്യുക, കൂട്ടിനകത്ത് ഫുഡ് കൊണ്ട് വെച്ച് കൊടുക്കുക, അവൻ കഴിച്ച് കഴിയുമ്പോൾ അവനെ ഓപ്പൺ ചെയ്തങ്ങ് വിടുക. അതുപോലെ തന്നെയാണ് വീണ്ടും നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കൂട് ഓപ്പൺ ചെയ്യുക, ഫുഡ് കൂട്ടിനകത്ത് വെച്ച് കൊടുക്കുക, 2 മിനിറ്റ് കഴിയുന്നു, ഓപ്പൺ ചെയ്ത് വിടുന്നു. അപ്പോൾ അവൻ്റെ മൈൻഡിൽ നിന്ന് കൂട്ടിൽ കയറി കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് സന്തോഷമാണ്. അവന് ഇഷ്ടമുള്ളൊരു ആഹാരം അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ളൊരു പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അവന് കൂടെന്ന് പറയുന്നത് ഇഷ്ടമുള്ളതായിട്ട് മാറുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് സ്റ്റേജായിട്ടാണ് നമ്മൾ കൂട്ടിൽ കയറാനായിട്ട് ഗെറ്റ് ഇൻ സൈഡ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളുടെ കയ്യിലുള്ള ഫുഡ് ഇട്ട് കൊടുക്കുക. കയറുന്ന സമയത്ത് അത് സെക്കൻഡ് സ്റ്റേജ്. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ജസ്റ്റ് ഇവരെന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച ഡോഗാണ്, ബ്രൗണി ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഒന്ന് കാണിച്ചു തരുന്നത്. ബ്രൗണി ബാ.
നമ്മൾ ആദ്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡോഗിന് നമ്മൾ കം ഗെറ്റ് ഇൻ സൈഡ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഫുഡ് അങ്ങ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം കൂടങ്ങ് അടയ്ക്കുക, നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. നമ്മൾ ആ ഒരു ഭാഗത്ത് കഴിയുന്നത് നിൽക്കാതിരിക്കുന്നത് നല്ലതാണ് കുറച്ച് സമയത്തേക്ക്. അപ്പോൾ അവൻ ഒരു 2 മിനിറ്റ് അവൻ ഫ്രീ ആയിട്ട് നിന്നതിന് ശേഷം ഓപ്പൺ ചെയ്ത് അങ്ങ് വിടുക അവനെ. അപ്പോൾ ഈ രീതിയിൽ അവനങ്ങ് ഓക്കെ കം ഓപ്പൺ ചെയ്ത് വിടുക. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് ബ്രൗണി കം ഗെറ്റ് ഇൻ സൈഡ് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഫുഡ് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഗെറ്റ് ഇൻ സൈഡ് എന്ന് പറയുന്നു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ ഫുഡ് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ ബ്രൗണി കം. അപ്പോൾ നമ്മൾ ഗെറ്റ് ഇൻ സൈഡ് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഫുഡ് ഇട്ട് കൊടുക്കുന്നു. അതാണ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ആ സെക്കൻഡ് സ്റ്റേജിൽ ഡോഗ് ഫുഡ് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ കയറുന്നത് ഓക്കെ ആയി കഴിഞ്ഞാൽ തേർഡ് സ്റ്റേജിൽ ബ്രൗണി കം നമ്മൾ ഫുഡ് എറിയുന്നത് പോലെ ഗെറ്റ് ഇൻ സൈഡ്. അവൻ അകത്ത് കയറുമ്പോൾ നമ്മുടെ ഈ കൈ കൊണ്ട് ഫുഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടിനകത്ത് തേർഡ് സ്റ്റേജിൽ ഫുഡ് ഇട്ട് കൊടുക്കുന്നത് പോലെ കാണിക്കുക, കൂട്ടിൽ കയറുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം എന്ന് പറയുമ്പോൾ ഫുഡ് കൂട്ടിനകത്ത് വെച്ചിട്ടാണ് അവനെ ഗെറ്റ് ഇൻ സൈഡ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ ഫുഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു, കൂട്ടിൽ കയറുമ്പോൾ അത് നമ്മൾ പഠിപ്പിക്കുന്നു. അതാണ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. തേർഡ് സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ഫുഡ് നമ്മളിങ്ങനെ എറിയുന്നില്ല, പകരം നമ്മുടെ ഇടത് കയ്യിൽ വെക്കുന്നു, വലത് കൈ കൊണ്ട് ഗെറ്റ് ഇൻ സൈഡ് എന്ന് പറയുന്നു. അവൻ കയറുന്ന സമയത്ത് നമ്മൾ ഫുഡ് ട്രീറ്റ് കൊടുക്കുന്നു. അപ്പോൾ അവൻ്റെ മൈൻഡിൽ കൂട്ടിൽ കയറി കഴിഞ്ഞാൽ അവന് ട്രീറ്റ് കിട്ടും എന്നുള്ളൊരു നമ്മളവിടെ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത ഡോഗാണ് എങ്കിൽ കൂട്ടി കയറാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പഠിപ്പിക്കാമെന്നുള്ള ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നായിരുന്നാലും നമ്മൾ ഗെറ്റ് ഇൻ സൈഡ് എന്ന് പറഞ്ഞാൽ കൂട്ടി കയറും. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലായിട്ട് പറയുകയാണെങ്കിൽ അവന് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ ഹൈഡ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ദൂരെ നിന്നിട്ട് ഗെറ്റ് ഇൻ സൈഡ് എന്ന് പറയുക, കയറുന്ന സമയത്ത് നമ്മൾ സസ്പെൻസ് ആയിട്ട് കൊടുക്കുക. ഈ ഒരു രീതി നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഡോഗിൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ കൂട്ടിൽ കയറുക. ഗെറ്റ് ഇൻ സൈഡ് എന്ന് പറയുന്നത് കൂട്ടിൽ കയറാനാണ്. കയറി കഴിഞ്ഞാൽ അവന് ഒരു ട്രീറ്റ് കിട്ടും എന്നുള്ളത് ഡോഗ് ചിന്തിക്കാൻ തുടങ്ങും. വെയിറ്റ് കേൾക്കാം. ബ്രൗണി ഗെറ്റ് ഇൻ സൈഡ്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ കാണിച്ചതുപോലെ ഈ വീഡിയോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ ഡോഗ്സിനെ ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ സമയമെടുത്ത് നമ്മളത് ക്ഷമയോടെ ചെയ്യണം എന്നുള്ളതാണ്. അത് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.